ഫൈൻഡ് ആൻഡ് ഫൈൻഡ് ഔട്ട്, ഇത് രണ്ടും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസങ്ങളുണ്ടോ? ഉണ്ടെങ്കിൽ അതെന്താണ് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവും. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് അതാണ്. ഫൈൻഡ് ആൻഡ് ഫൈൻഡ് ഔട്ട്, എന്താണ് വ്യത്യാസം? ഫൈൻഡ് എന്നാൽ അത് ഒരു ക്രിയ ആണ്, ഒരു വേർബ് ആണ്. കണ്ടെത്തുക, കണ്ടുപിടിക്കുക എന്നൊക്കെയാണ് അതിൻ്റെ മീനിങ്. ടു ലൊക്കേറ്റ് ഓർ ഡിസ്കവർ സംതിങ് ഫിസിക്കലി. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, എനിക്ക് എൻ്റെ ഫോൺ കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല. ഐ കാൺട്ട് ഫൈൻഡ് മൈ ഫോൺ. എനിക്ക് എൻ്റെ കേസ് കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല. ഐ കാൺട്ട് ഫൈൻഡ് മൈ കേസ്. എനിക്ക് എൻ്റെ ബുക്ക് കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല. ഐ കാൺട്ട് ഫൈൻഡ് മൈ ബുക്സ്. നോക്കൂ, ഫോൺ, കീസ്, ബുക്സ് എന്നൊക്കെ പറയുന്നത് ഓരോ വസ്തുക്കളാണ്. ഇനി ഒരാളെ കണ്ടുപിടിക്കാൻ കഴിയുന്നില്ലെങ്കിലും നമുക്ക് അത് യൂസ് ചെയ്യാം. പക്ഷേ ഫിസിക്കലായിട്ട് ഒരാളെ കണ്ടുപിടിക്കുക, ഒരു വസ്തു കണ്ടെത്തുക എന്നൊക്കെ ഉള്ള സ്ഥലത്താണ് നമുക്ക് ഫൈൻഡ് എന്നുപയോഗിക്കുന്നത്. ടു ഫൈൻഡ് ഔട്ട് എന്ന് പറഞ്ഞാൽ അതൊരു ഫ്രേസൽ വേർബ് ആണ്. അതിൻ്റെ മീനിങ്ങും കണ്ടുപിടിക്കുക അല്ലെങ്കിൽ കണ്ടെത്തുക എന്ന് തന്നെയാണ്. പക്ഷേ ഒരു വ്യത്യാസം ഉണ്ട് കേട്ടോ. ടു ഡിസ്കവർ ഇൻഫർമേഷൻ, ഫാക്ട്സ് ഓർ ദ ട്രൂത്ത്, ഓഫൺ ബൈ ആസ്കിങ്, ലേണിംഗ് ഓർ ഇൻവെസ്റ്റിഗേറ്റിംഗ്. ചില വസ്തുതകളൊക്കെ കണ്ടുപിടിക്കില്ലേ, ചില സത്യങ്ങളൊക്കെ കണ്ടുപിടിക്കില്ലേ, ചില വിവരങ്ങളൊക്കെ കണ്ടുപിടിക്കില്ലേ. അങ്ങനെയുള്ള സ്ഥലത്ത് നമുക്ക് ഫൈൻഡ് ഔട്ട് എന്നുപയോഗിക്കണം. ഐ നീഡ് ടു ഫൈൻഡ് ഔട്ട് വാട്ട് ടൈം ദ മൂവി സ്റ്റാർട്ട്സ്. എത്ര മണിക്കാണ് മൂവി സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് എനിക്ക് കണ്ടുപിടിക്കേണ്ട ആവശ്യമുണ്ട്. എനിക്ക് അത് അറിയേണ്ട ആവശ്യമുണ്ട്. അവിടെ ഒരു ഇൻഫർമേഷനാണ് വേണ്ടത്, അത് ഒരു വസ്തു അല്ല. ക്യാൻ യു ഫൈൻഡ് ഔട്ട് വൈ ദ പാർട്ടി വാസ് ക്യാൻസൽഡ്? എന്താണ് ആ പാർട്ടി ക്യാൻസൽ ആയതെന്ന് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുമോ എന്നാണ്. അപ്പോൾ അതിൻ്റെ ഒരു റീസൺ എന്താണത്, ആ ഒരു വിവരം ആണ് അറിയേണ്ടത്. ഐ നീഡ് ടു ഫൈൻഡ് ഔട്ട് വാട്ട് ടൈം ദ മീറ്റിംഗ് ഈസ് ഷെഡ്യൂൾഡ് ഫോർ. മീറ്റിംഗ് എപ്പോഴാണ് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നതെന്ന് എനിക്ക് അറിയേണ്ട ആവശ്യമുണ്ട്, എനിക്ക് കണ്ടുപിടിക്കേണ്ട ആവശ്യമുണ്ട്. അതും ഒരു വിവരം ആണ്. അപ്പോൾ ഫൈൻഡ് ആൻഡ് ഫൈൻഡ് ഔട്ട് എന്ന അതിൻ്റെ ഡിഫറൻസ് മനസ്സിലായില്ലേ? ഫൈൻഡ് എന്ന് പറഞ്ഞാൽ ടു ലൊക്കേറ്റ് ഓർ ഡിസ്കവർ സംതിങ് ഫിസിക്കലി എന്നാണ്. അതേസമയം ഫൈൻഡ് ഔട്ട് എന്ന് പറഞ്ഞാൽ ടു ഡിസ്കവർ ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഫാക്ട്സ്. അത് ചിലപ്പോൾ മറ്റുള്ളവരോട് ചോദിച്ചിട്ടാകാം, അതിനെപ്പറ്റി ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്തിയിട്ടാവാം, ഒക്കെ ആണ് ഫൈൻഡ് ഔട്ട് എന്ന് പറയുന്നത്. പക്ഷേ ഫൈൻഡ് എന്ന് പറയുന്ന ഏതെങ്കിലും ഒരു സാധനം എവിടെയെങ്കിലും ഇരിക്കുന്നു, അതിനെ കണ്ടുപിടിക്കുക, അതല്ലെങ്കിൽ അതിനെ കണ്ടെത്തുക, അതെവിടെയാണ് എന്ന്. ഇനി ഒരു സെൻറ്റൻസ് നോക്കൂ. ഇവിടെ എന്താണ് ഉപയോഗിക്കേണ്ടത്? ഐ ആം ഹാപ്പി ഐ കുഡ് ബ്ലാങ്ക് മൈ ലോസ്റ്റ് കീസ്. ഐ ആം ഹാപ്പി ഐ കുഡ് ഫൈൻഡ് മൈ ലോസ്റ്റ് കീസ്. കീസ് ആണ് കണ്ടുപിടിക്കേണ്ടത്, അവിടെ ഫൈൻഡ്. ഐ ആം ഹാപ്പി ഐ കുഡ് ബ്ലാങ്ക് ദ ട്രൂത്ത്. ഇവിടെ സത്യം ആണ് കണ്ടുപിടിക്കേണ്ടത്, ദ ട്രൂത്ത്. അപ്പോൾ ഐ ആം ഹാപ്പി ഐ കുഡ് ഫൈൻഡ് ഔട്ട് ദ ട്രൂത്ത്. ഫൈൻഡ് ഔട്ട് ആണ് അവിടെ ഉപയോഗിക്കേണ്ടത്. ഫൈൻഡ് ഔട്ട് ഉപയോഗിക്കുന്നത് പലപ്പോഴും WH വേർഡ്സിൻ്റെ ഒപ്പം ആണ്. വാട്ട്, ഹൂ, വേർ, വൈ. വി നീഡ് ടു ഫൈൻഡ് ഔട്ട് വെൻ ദ പാക്കേജ് വിൽ അറൈവ്. പാക്കേജ് എപ്പോഴാണ് വരുന്നതെന്ന് നമ്മൾക്ക് അറിയേണ്ട ആവശ്യമുണ്ട്. ടു ഫൈൻഡ് ഔട്ട് എന്താണ് ഇവിടെ പാക്കേജ് വരുന്ന വിവരം എപ്പോഴാണ് വരുന്നത് എന്ന്. അപ്പോൾ അവിടെ വെൻ ഉപയോഗിച്ചു. ക്യാൻ യു ഫൈൻഡ് ഔട്ട് വൈ ദ മീറ്റിംഗ് വാസ് ക്യാൻസൽഡ്? എന്താണ് മീറ്റിംഗ് ക്യാൻസൽ ചെയ്യപ്പെട്ടത് എന്ന് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുമോ? ഫൈൻഡ് ഔട്ട് എന്നാണ് അവിടെ വേണ്ടത്, ഒരു ഇൻഫർമേഷനാണ്. ഐ ആം ട്രൈങ് ടു ഫൈൻഡ് ഔട്ട് വേർ ഐ ലെഫ്റ്റ് മൈ ഫോൺ. എവിടെയാണ് എൻ്റെ ഫോൺ വെച്ചതെന്ന് ഐ ആം ട്രൈങ് ടു ഫൈൻഡ് ഔട്ട്, ഞാൻ കണ്ടുപിടിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ വേർ എന്ന WH വേർഡ് ഉപയോഗിച്ചു. ഐ വിൽ ഫൈൻഡ് ദ മാപ്പ് ആൻഡ് ദെൻ വി ക്യാൻ ഫൈൻഡ് ഔട്ട് വിച്ച് റൂട്ട് ടു ടേക്ക്. നോക്കൂ, ഒരു സെൻറ്റൻസിൽ തന്നെ ഫൈൻഡ് ആൻഡ് ഫൈൻഡ് ഔട്ട് ഉപയോഗിച്ചിരിക്കുന്നു. ഫൈൻഡ് എന്ന് ഉപയോഗിച്ചിരിക്കുന്നത് മാപ്പ് എന്ന ഒരു കാര്യത്തെപ്പറ്റി, ഒരു വസ്തു കണ്ടുപിടിക്കുന്നതിനെ പറ്റിയാണ്. ഐ വിൽ ഫൈൻഡ് ദ മാപ്പ്,
അതേസമയം ആൻഡ് ദെൻ വി ക്യാൻ ഫൈൻഡ് ഔട്ട് വിച്ച് റൂട്ട് ടു ടേക്ക്, ഏത് റൂട്ടാണ് നമ്മൾ എടുക്കേണ്ടത് എന്ന് കണ്ടുപിടിക്കണം എന്ന് പറയുമ്പോൾ അതൊരു ഇൻഫർമേഷനാണ്. അവിടെ ഫൈൻഡ് ഔട്ട് ഉപയോഗിച്ചു. അപ്പോൾ ഫൈൻഡ് ആൻഡ് ഫൈൻഡ് ഔട്ട് രണ്ടിൻ്റെയും ഡിഫറൻസ് മനസ്സിലായല്ലോ.